സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം ബലിപെരുന്നാളിന് മുമ്പുണ്ടാകും. മെയ് 19-ാം തീയതി റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാകും. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ 20-ാം തീയതി റഹീം നാട്ടിലെത്തും. 34 കോടി രൂപയിലേറെ മോചനദ്രവ്യം നൽകിയാണ് റഹീമിന്റെ വധശിക്ഷ ഒഴിവാക്കിയത്. ഷഹദ് റഹ്മാൻ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, കേരളമാകെ കാത്തിരുന്നൊരു വാർത്തയാണിത്. അത് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളെല്ലാവരും ചേർന്ന് കേരളമാകെ ഒത്തൊരുമിച്ചാണ് 34 കോടി രൂപ സ്വരൂപിച്ചത് മോചനദ്രവ്യമായി നൽകിയത്. സൗദി കുടുംബം മാപ്പ് നൽകുകയും ചെയ്തു. മോചനം എത്രയും വേഗം ഉണ്ടാവുമെന്ന് കരുതി. അപ്പോൾ ഈ മെയ് മാസം തന്നെ റഹീം എന്തായാലും നാട്ടിലെത്തും എന്ന് ഉറപ്പിക്കാം, അല്ലേ ഷഹദ്? തീർച്ചയായും മറ്റ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലെങ്കിൽ ലോക മലയാളികൾ കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിച്ച ആ വാർത്ത അത് മെയ് 20-ാം തീയതി കാണാം, കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് റഹീമിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഈ ഞായറാഴ്ച മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കും. 11 മണിക്ക് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അതായത് റഹീമിന്റെ ഉമ്മ ഏറെ നാളായി, അത് ഏകദേശം 20 വർഷത്തോളമായി കാത്തിരിക്കുകയാണ് സ്വന്തം മകന് വേണ്ടി. നമുക്കറിയാം, സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് റഹീമിനെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നമ്മളെല്ലാവരും, അതായത് ലോക മലയാളികൾ എല്ലാവരും ചേർന്ന് മോചനദ്രവ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്തത്. തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഹീമിന് പുറത്തു വരാൻ, അതായത് കേരളത്തിലേക്ക് വരാൻ, സ്വന്തം നാട്ടിലേക്ക് വരാൻ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ അവസരമൊരുങ്ങുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയും ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ച് മെയ് 19-ാം തീയതി, അതായത് നമ്മുടെ ഡേറ്റ് അനുസരിച്ച് മെയ് 19-ാം തീയതിയാണ്. അതൊരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം. കാരണം അവിടുത്തെ ദിവസവും ഒപ്പം തന്നെ ഈ മാസപ്പിറവി ദർശിക്കുന്നതുമൊക്കെയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഒരു ദിവസം അങ്ങോട്ട് നീളുകയോ അല്ലെങ്കിൽ ഒരു പക്ഷം കുറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒന്നും ആകാം. പക്ഷേ എങ്കിൽ പോലും മെയ് 20 അല്ലെങ്കിൽ 21-ാം തീയതി റഹീമിന് ജയിൽ മോചിതനാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല 27-ാം തീയതിയാണ് വലിയ പെരുന്നാൾ വരുന്നത്. ഒരുപക്ഷെ അതും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാനുള്ള സാധ്യതയുണ്ട്. മാസപ്പിറവി ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ തീരുമാനങ്ങൾ അന്തിമമാവുക. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അവധികൾ അവിടെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ കാലതാമസം മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മെയ് 19-ാം തീയതി രാത്രി 12 മണിയോടുകൂടി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി കഴിയും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിൽ മോചിതനാകാം, സ്വന്തം നാട്ടിലേക്ക്, ജന്മനാട്ടിലേക്ക് വരാം എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്.